പ്രൈസ് ദി ലോർഡ്. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് കൊലോസ്യ ലേഖനം 2:6-7 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചത്. അപ്പം ഇതേ ആത്മീയ ഉപദേശങ്ങൾ നമ്മുടെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. കാരണം നമ്മൾ വചനം കേട്ടു, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ കാൽവറി യാഗത്തെയും കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തെയും കർത്താവ് നമുക്ക് തരുന്ന ആ വലിയ ആ ഒരു ബ്ലെസ്സഡ് ഹോപ്പ്, അതായത് അനുഗ്രഹിക്കപ്പെട്ട ആ പ്രത്യാശയും ഇതിലാണ് നാം വിശ്വസിക്കുന്നത്. അപ്പോൾ നാം കർത്താവിനെ കൈക്കൊണ്ടു. എന്നാൽ ഒരു തവണ കൈക്കൊണ്ടു എന്നതുകൊണ്ട് മാത്രം ഒന്നുമായില്ല. പിന്നെ എന്താണ് ആവശ്യം? അവൻ്റെ കൂട്ടായ്മയിൽ നാം നടക്കണം, അവനോട് ചേർന്ന് നടക്കണം. കൂട്ടായ്മയിൽ നടക്കുക എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫെലോഷിപ്പ്, കർത്താവുമായിട്ടുള്ള നിരന്തരമായ ആ സംസർഗത്തിൽ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ആ ഒരു ബന്ധം, ആ ഒരു ബന്ധത്തിൽ വേണം നാം ജീവിക്കാനായിട്ട്. പിന്നീട് അവിടെ പറയുന്നത് അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം എന്താണ് ചെയ്യേണ്ടത്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അല്ലാതെ ചാഞ്ഞു പോകുന്ന വേലി പോലെയല്ല, ഉറച്ചു നിൽക്കണം നമുക്ക് കിട്ടിയിരിക്കുന്ന ആ വിശ്വാസത്തിൽ. അതുപോലെ തന്നെ നാം സ്തോത്രത്തിൽ കവിഞ്ഞ് ഇരിക്കണം. എന്താണ് സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ ദൈവം നമുക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരിക്കലായി ചെയ്ത ആ വലിയ നന്മയും, പിന്നെ നിരന്തരം നമ്മോട് കൂടെ വസിച്ച് നമുക്ക് കർത്താവ് ചെയ്യുന്ന ആ വലിയ നന്മയും സംരക്ഷണവും എല്ലാം ഓർത്ത് അവനെ എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അവനിൽ വേരൂന്നുക എന്ന് വെച്ചാൽ അവനിൽ നിന്നാണ് നാം പോഷണം സ്വീകരിക്കേണ്ടത്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? കർത്താവിനോടുള്ള നിരന്തരമായ കൂട്ടായ്മയിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കൂടെ, അതിനേക്കാൾ ഉപരിയായി വചനത്തിലൂടെ. വചനത്താൽ നാം ബലപ്പെടണം, വചനത്തിൽ നിന്നും നാം പോഷണം പ്രാപിക്കണം, വചനത്താൽ നാം വളരണം. ഇതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യരോട് പറയുകയാണ്. അതായത് നമ്മോടുകൂടെ പറയുകയാണ്. കൊലോസ്യരെന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമല്ലല്ലോ ഇത് എഴുതിയിരിക്കുന്നത്, ഇത് എല്ലാ വിശ്വാസികൾക്കും വേണ്ട ഉപദേശം തന്നെയാണ്. എന്താണ് കർത്താവ് പറയുന്നത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:4-5 പറയുന്നത് കർത്താവിൽ വസിക്കുക, അപ്പോൾ കർത്താവ് നമ്മിൽ വസിക്കും. അവന് കർത്താവ് പറയുന്നത് എന്താണ്? കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്പാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്താണ്? നാം കർത്താവാകുന്ന മുന്തിരി വള്ളിയുടെ കൊമ്പുകളാണ് നാം. അപ്പോൾ ഒരുത്തൻ കർത്താവിലും കർത്താവ് അവനിലും വസിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ആ ഒരു കൂട്ടായ്മയിൽ കൂടെ മാത്രമേ നമുക്ക് നല്ല ഫലം കായ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് അനേക ഉപദേശങ്ങൾ തന്നെ കേൾക്കുന്നവർക്ക് കൊടുത്തിട്ട് കർത്താവ് എന്താണ് പറയുന്നത്? ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നുവെന്ന്. അപ്പോൾ ആണ് വൻമഴ ചൊരിഞ്ഞാലും
കാറ്റടിച്ചാലും നദികൾ പൊങ്ങിയാലും ആ കർത്താവാകുന്ന ആ പാറമേൽ പണിഞ്ഞിരിക്കുന്ന വീട് ഒരിക്കലും വീണു പോവുകയില്ല. എന്നാൽ താൽക്കാലികമായ ഒരു വീട് വെറുതെ നമ്മൾ മണ്ണിൽ പണിതാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കാറ്റടിക്കുമ്പോൾ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ അത് വീണു പോകും. എന്നാൽ നമ്മുടെ ഭവനം നാം എവിടെയാണ് കെട്ടിപ്പടുക്കേണ്ടത്? ക്രിസ്തുവാകുന്ന പാറമേലാണ് നാം കർത്താവിൻ്റെ ആ ഒരു ഉപദേശം സ്വീകരിച്ച് കർത്താവിൽ വളരേണ്ടതും ആത്മീയ വർധന പ്രാപിക്കേണ്ടതും. ഇതാണ് പൗലോസ് അപ്പോസ്തലനും കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ പിന്നെ എന്താണ് നാം ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫെലോഷിപ്പിൽ വളർന്നു വരുവാനായിട്ട് നാം ശ്രമിക്കണം. വളർന്നു വരിക എന്ന് വെച്ചാൽ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നാം ആത്മീയമായി വളരുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിരന്തരമായി നിൻ്റെ കൂട്ടായ്മയിൽ വസിപ്പാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ. അടിയങ്ങളുടെ മനസ്സുകളെ അതിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കലും നിൻ്റെ ആ ഫെലോഷിപ്പിൽ നിന്ന് വിട്ടുപോകുവാൻ നീ അനുവദിക്കുകയില്ല. നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ ഞങ്ങളിൽ കായ്ക്കുന്ന നല്ല ഫലങ്ങൾ കണ്ട് നീ സന്തോഷിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.